ഈ ഗ്യാസ് ഇല്ലാത്ത സമയത്ത് ഞാനും എൻ്റെ കൂട്ടുകാരും അവതരിപ്പിക്കുന്നു കേബേജ് കൂട്ടാൻ. നമുക്കിവിടെ ഹോസ്റ്റലിൽ ഫുഡില്ല, കറിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഞങ്ങൾ ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് കുറച്ച് കാബേജും സവോളയൊക്കെ വാങ്ങിച്ചിട്ട് അപ്പം നമുക്ക് കറി ഉണ്ടാക്കാം. കിച്ചണിൽ കറി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. നമ്മുടെ കാബേജ് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ല, സവോള അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ബേമി. നമുക്കിതൊക്കെ അവൾമാരരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കറി വെക്കണ പോലെ ആക്ട് ചെയ്യാം. അവർ തന്നെ കറി വെക്കും, നമുക്ക് ആക്ട് ചെയ്താൽ മതി. എന്താ കട്ടിങ് ബോർഡിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ അരിഞ്ഞാൽ മതി. നമ്മൾ കഴിക്കുന്ന പാത്രത്തിൽ വെച്ച് അരിയും, അതാണ് നമ്മുടെ സ്കില്ല്. ഇത് നമ്മൾ കെറ്റിലിട്ടാക്കുമ്പോൾ ഇത് കേടും, സ്വാഭാവികം. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഉണവും. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടി, മുളക് പൊടി എല്ലാം നമ്മൾ ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി. സവാള വാടാനുള്ള സമയമില്ല, എന്നാലും നമ്മൾ ഇട്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കാബേജ് ഇടാം. എന്നിട്ടത് മിക്സ് അത്രേ ഉള്ളൂ. സിമ്പിൾ. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ക്യാബേജ് കറിയൊക്കെ ഉണ്ടാക്കാൻ കേട്ടില്ലേ. നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കെറ്റിലേക്ക് ഇടും ഉണവും, എന്നാലും നമ്മൾ സക്സസ് ആക്കും. കണ്ടില്ലേ, ഇത് കുറച്ച് നേരം അടച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് കൂട്ടാൻ സെറ്റാവും. ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ സ്വന്തമല്ല. പൊളിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ പൊളിക്കും. കുറച്ച് നേരം നമുക്ക് ആവിയിൽ ഇത് വേവിച്ചെടുക്കും. ഗൈസ്, ഞങ്ങൾ കറി ഉണ്ടാക്കി കഴിച്ചു. പക്ഷേ കഴിക്കുന്ന വീഡിയോ മാത്രം എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ വിശപ്പ് അത്രയും ഉണ്ടായിരുന്നു. രാവിലെ കഴിച്ചിട്ടില്ല, ഇന്നലെ രാത്രി കഴിച്ചിട്ടില്ല. അപ്പോൾ അത്രയും വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. കറി 2 ഞങ്ങൾ പോയി കഴിച്ചു. സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ ബൈ.